ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാരശിയുടെ വളകാപ്പാണ് മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് ക്ലിപ്സ് ഒക്കെ കാണത്തുള്ളൂ, എങ്ങനെ പോയി വീഡിയോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്കൊരു ഈ ഒരു ഡേ നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം. ഫ്യൂച്ചറിൽ നമുക്ക് കാണുമ്പോൾ കൊച്ചിനെ കാണിച്ചു കൊടുക്കാമല്ലോ എങ്ങനെയായിരുന്നു കൊച്ചിൻ്റെ വളകാപ്പ് എന്നൊക്കെ. അത്രേ ഉള്ളൂ. അപ്പോൾ സാരിയൊക്കെ കൊടുക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സാരി ഉടുക്കാൻ അറിയാത്തത് കൊണ്ട് കുഞ്ചുമാണ് നമ്മുടെ ഒഫീഷ്യൽ ഡ്രേപ്പിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാരിയൊക്കെ കൊടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളത് ഈ കുഞ്ചുവിൻ്റെ വീട്ടിലേക്ക് പോവാണ്. നല്ല മഴയാണ് കേട്ടോ. ഇന്ന് മഴ അധികം സ്റ്റോപ്പായിട്ടില്ലെന്നേ പറയാം. പെയ്യാ തോരുക. പല സ്ഥലങ്ങളും പല പ്രശ്നങ്ങളൊക്കെയാണെന്നാണ് അറിഞ്ഞേക്കുന്നത്. എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോവാതെ മഴ പെട്ടെന്ന് സോൾവ് ആയാൽ മതിയായിരുന്നു. കുഞ്ചുവാണ് ഒഫീഷ്യൽ സാരി ഡ്രേപ്പിസ്റ്റ് എന്ന് പറഞ്ഞത്. കുഞ്ചു ഭയങ്കര ഒരു കഴിവുള്ള ഒരാളാണ്. നല്ലൊരു മെഹന്തി ആർട്ടിസ്റ്റാണ്, നല്ലൊരു സാരി ഡ്രേപ്പിസ്റ്റാണ്. എനിക്കൊന്ന് മൂന്നാമത്തെ തവണ എന്നെ കുഞ്ചു സാരി ഉടുപ്പിക്കുന്നു. ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് ആള് സാരിയൊക്കെ ഉടുത്ത് ഫുൾ സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. ഇനി എന്നെ ഉടുപ്പിച്ച് ഞാനും കൂടെ ഒന്ന് ഇറങ്ങിയാൽ മതി, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. അപ്പോൾ ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള അങ്ങനത്തെ ക്ലിപ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്. ഇതാണ് എൻ്റെ ഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഡ്രേപ്പിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. തിരിച്ച് സാരിയുടെ വീട്ടിലേക്ക് പോവാണ്. ഓൾറെഡി അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മളെ ഉള്ളൂ ഇനി ചെല്ലാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ല ലേറ്റ് ആവുകയും ചെയ്തു. ഇനി ഇവിടുന്ന് കേക്ക് വാങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോവാനായിട്ട്. ഇനി അതിനും കുറച്ച് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്താ വൈറ്റ് ഫോറസ്റ്റ്? കേക്ക് ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. അവർ രണ്ടാളുമായിട്ട് അങ്ങനെ കേക്ക് വാങ്ങാനായിട്ട് പോവാണ്. നമ്മളിവിടെ കൊച്ചിയിൽ ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും ഫംഗ്ഷനോ പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി വാങ്ങുന്നത് കേക്ക്സ് വാങ്ങുന്നത് ഈ സെറിമണി കേക്ക്സിൽ നിന്നാണ് കേട്ടോ. അത്യാവശ്യം അഫോർഡബിളും ആണ്, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ റിസപ്ഷൻ നടത്തിയ സമയത്തൊക്കെ കേക്ക്സ് വാങ്ങിയത് ഇവിടെ നിന്നായിരുന്നു. ഇപ്പം നമ്മൾ തന്നെ കുറേ പേർക്ക് റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് വന്നിട്ട് ചിലവന്നൂർ റോഡാണ്, കടവന്ത്രയിൽ. ഫൈനലി നമ്മൾ എത്താനായി. ഒരു 5 മിനിറ്റ്സ് ട്രാവലിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷെ കേക്ക്സും എല്ലാം വാങ്ങി ചെന്നപ്പോഴത്തേക്ക് പ്രോഗ്രാം ഏകദേശം സ്റ്റാർട്ടായി. ഞങ്ങൾ എത്തിയപ്പോൾ കാണുന്ന ആദുവാണ് കേട്ടോ വളയിടുന്നത്. ആദുവാണ് ഈ ഗ്യാങ്ങിലെ ഫസ്റ്റ് കുട്ടി എന്ന് പറയുന്നത്. അവൻ കഴിഞ്ഞിട്ടാണ് ഇച്ചൂട്ടിനുണ്ടായത്. ഇനി നമുക്ക് അറിയാത്തതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. സാലിച്ചിയുടെ കൊളീഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരെയും നമുക്ക് അറിയത്തൊന്നുമില്ല. അവർക്ക് എല്ലാവരും വളയിടുക, മധുരം കൊടുക്കുക. ഇത് തന്നെ നമ്മുടെ പരിപാടി. ലേറ്റ് ആയത് നീ നേരത്തെ വന്നായിരുന്നു. ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ സാലിച്ചിക്ക് ഷുഗർ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഷുഗർ ഐറ്റംസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെറുതായിട്ട് അനാറൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് മധുരമായിട്ട്. ഇത് ഞങ്ങളോടുള്ള ശക്തമായ പ്രതിഷേധമാണ്, ഞങ്ങൾ ലേറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വളയിടണ്ട, ഇപ്പം തൽക്കാലം മധുരം കൊടുക്കണ്ട എന്നാണ് ആൾ പറയുന്നത്. ഫ്യൂച്ചർ ബസിന്റെ മുത്തുമണിയായ മുത്തമാവിന്റെ പൊന്നോമന ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മധുരം കട്ട് തിന്നുന്ന രണ്ടുപേരാണ്. ഇവിടുന്ന് നൈസായിട്ട് മധുരം എടുക്കുക, ഇവിടുന്ന്. നീ ഷുഗർ കട്ടാന്നല്ലേ പറഞ്ഞേ? നീയും കട്ട്. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. നീ തിന്ന. അതല്ലേ ഞാൻ തിരിച്ചു തന്നത്. ഞാൻ ഷുഗർ കട്ട് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇവിടുന്ന് അവരെ മധുരം എടുക്കുക, എന്നിട്ട് കട്ട് തിന്ന. ഇവ രണ്ടും കുറച്ച് നേരമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ പരിപാടി. എനിക്ക് കൊണ്ടു തന്നത്, ഞാൻ ഫുള്ളി ഷുഗർ കട്ടൊന്നുമല്ല. എനിക്ക് ഇങ്ങനെ പേട അങ്ങനത്തെ ഐറ്റംസ് ഇഷ്ടമല്ല. ലഡു, ജിലേബി, ഹൽവ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഇതാണ് സാലിച്ചിയുടെ പപ്പയും മമ്മിയും. ഇത് ആഗ്രഹിച്ചിരുന്നൊരു ഫ്രെയിം എന്ന് വേണമെങ്കിൽ പറയാം. സാലിച്ചി കുറേ നാൾ ആഗ്രഹിച്ചിരുന്നൊരു ഫ്രെയിമാണിത്. കുട്ടിയുടെ അച്ഛൻ പക്ഷെ ആരും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. വരില്ല പോവില്ല ചേച്ചി, പാട് പോവില്ല.
സാൽച്ചിയുടെ ലൈഫിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് അമ്പിളിയമ്മ. സാൽച്ചിയുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ നിൽക്കുന്ന പല ആൾക്കാരുടെയും നമ്മുടെ കൊച്ചിയിലുള്ള ഗ്യാങ്ങിൻ്റെ കുറേ ആൾക്കാരുടെ ലൈഫിൽ അമ്പിളിയമ്മയ്ക്ക് വലിയൊരു പ്ലേസ് തന്നെ എല്ലാവരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പഠിപ്പിച്ചൊരു ടീച്ചർ അല്ലെ മിസ് എന്നുള്ളതിനപ്പുറം എല്ലാവർക്കും ഒരു അമ്മ സ്ഥാനമാണ് കേട്ടോ. ആ ഒരു ടീച്ചർ സ്ഥാനത്തെക്കാളും കൂടുതൽ ഇവരെല്ലാം അങ്ങനെയാണ് കരുതുന്നത്. അമ്പിളിയമ്മ വിളിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം കുറേ പേരുടെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് വേണമെങ്കിൽ അമ്പിളിയമ്മനെ പറയാൻ പറ്റും. അമ്പിളിയമ്മ വന്നിട്ട് പോയോ? താങ്ക് യു. കൊണ്ടേക്കും. ഓക്കെ മതി. താങ്ക് യു. നന്നായിട്ടുണ്ടല്ലോ. ആരാ ചെയ്തേ? പുറത്തുനിന്നുള്ള ടീമാണ്. ഈ വളകാപ്പൻ ആരാ എഴുതിയേ? കാപ്ക. തമിഴ്നാട്ടിലെ എന്തോ അക്ഷരമാ നീ എന്ന് എഴുതിയത്. യെസ് ഓക്കെ. അത് സാലിസിയുടെ എന്ത് വരുന്നില്ലല്ലോ. ഇതാണ് സാലിസിയുടെ റിട്ടേൺ ഗിഫ്റ്റ്. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരത്തെ, പക്ഷെ ഒരു ഊബർ ക്യാൻസൽ ചെയ്ത് അടുത്ത ഊബർ ഇട്ട്. ഈ വീഡിയോസിലൊക്കെ മേ ബി പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി പറയുന്നത് സംസാരിക്കുന്നതൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് ആ പറയാനുള്ള ഒരു ഫ്രീഡം പരസ്പരം ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ മാത്രമല്ല, ഇതൊരിക്കലും ഒരു ഫ്രണ്ട്സ് മാത്രമെന്നൊന്നും എനിക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇഷ്ടമല്ല. ഇതൊക്കെ എൻ്റെ ഫാമിലിയാണ്. നമുക്ക് മേ ബി എന്നും ടെക്സ്റ്റ് ചെയ്യോ കോൾ ചെയ്യോ കാണത്തോ ഒന്നും ഇല്ലായിരിക്കും. പക്ഷെ നമുക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. എന്തൊരു പ്രശ്നം വന്നാലും ഇവർ ആ പോയിന്റിൽ നമുക്ക് ഇവരെല്ലാം അവൈലബിൾ ആകും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് എന്നതിൽ ഡിഫൈൻ ചെയ്യുന്നതിലുപരി ഇവരെല്ലാം എൻ്റെ ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഇച്ചൂട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ എന്തെങ്കിലും സ്റ്റോറി സ്റ്റാറ്റസ് ഇടുമ്പോൾ എല്ലാവരും വന്നിട്ട് ചോദിക്കാറുണ്ട് ഇതാരാ. എനിക്ക് ഒരു ഫ്രണ്ടിൻ്റെ കുട്ടി എന്ന് പറയുന്നതിന് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. കാണുന്നവർക്കും നാട്ടുകാർക്കും ആയിരിക്കും ഇത് ഫ്രണ്ടിൻ്റെ കുട്ടി. എനിക്ക് ഇച്ചൂട്ടൻ എൻ്റെ കൊച്ചു മാതിരിയാണ്. അതുപോലെ തന്നെയാണ് ഇവരെല്ലാവരും. എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിനും അപ്പുറം എനിക്ക് എൻ്റെ ഫാമിലിയാണ് ഇവരെല്ലാവരും. അപ്പോൾ നമുക്ക് എന്തും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനോ കളിയാക്കാനോ എല്ലാ ഒരു ഫ്രീഡവും നമ്മൾ പരസ്പരം കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇൻ കേസ് ആർക്കെങ്കിലും ഇത് ബോറായി പോയി മോശമായി പോയി അങ്ങനെ പറയരുതായിരുന്നു തോന്നി ഇതിനുള്ളൊരു ഫ്രീഡം നമ്മൾ പരസ്പരം കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. മതി മതി മതി. അത് അന്ന് നമ്മൾ ചെയ്തായിരുന്നു ഫോട്ടോ എടുത്തപ്പോ. കുഞ്ചോ ഏതാ പറ. വേണ്ട ഇന്നലെ തൊട്ട് തുടങ്ങിയ എന്തിനൊക്കെ പറ വീഡിയോ ചളി പറഞ്ഞു ചളി പറഞ്ഞേ. നിങ്ങൾക്ക് എന്തുകൊണ്ടാ ഇതെന്താണെന്നറിയോ? എന്തുകൊണ്ടാ കാലുണ്ട് ഇതിനകത്ത്. ഒന്നും അറിയത്തില്ല. ഇഫ്രത്ത് മാമിന്റെ പൊന്നോമന ഹസ്ബൻഡ്. നിന്റെ പല്ലെവിടെ? അതും കൊണ്ടുപോയി. ആണോ? പോയോ? നോക്കട്ടെ നോക്കട്ടെ ചിരിച്ചേ നോക്കട്ടെ.
നല്ല മഴയാണ് ഗൈസ്, സൂപ്പർ മഴ. ഇതൊക്കെ നമ്മുടെ എന്തോ സൽസി ആണോ? ചേട്ടായി വാ. സമൂഹത്തിന് നിരക്കാത്ത രണ്ട് കാര്യങ്ങൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് പ്ലേ ചെയ്തിട്ടില്ല നേരത്തെ. ഇങ്ങനെ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഇഷ്യൂ ആണ് കേട്ടോ. വീഡിയോ എടുക്കും പക്ഷെ വീഡിയോ ഓൺ ആക്കൂല. ആണ് ഞാൻ അപ്പൊ തന്നെ ഒരു ഗ്രൂപ്പിൽ എടുത്തിടും, അത് മറന്നു പോലെങ്കിൽ. ഒരു ഗെയിം എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ബേബി ബോയ് ആണെങ്കിലും ബേബി ഗേൾ ആണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഒരു പേര് എഴുതിയിടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് ഇതെന്താ എല്ലാവരും സാലിച്ചിട്ടെന്ന വളകൾ എന്തിനു വേണ്ടിട്ടാണ് ജയ്സു? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ പേയ്മെന്റ് ഇട്ടേക്കാം. ഞാനല്ല ഇടുന്നു. ആരാണോ എന്തോ വളകാപ്പെന്നൊക്കെ എഴുതിയതല്ലേ? വളകാപ്പ് ആ കാലൊക്കെ ആ കായ്ക്കാണത്. ഒരു പുതിയ അറിവ് കിട്ടിയല്ലോ അതുകൊണ്ട്. ജയ്സൂനുള്ളതാണോ അത്? അത് വാങ്ങിത്താ. തമാശ കഴിക്കുന്നതാണോ? ഇത് ഫോട്ടോ അല്ല, ഇത് വീഡിയോയാ. മം ടു മീം ഡാഡ് ടു ബി. ഫോട്ടോ എടുത്തു കൊടുക്ക്. ഫോട്ടോ എടുത്തു കൊടുക്ക്. ബാക്ക്ഗ്രൗണ്ട് ഇടാം. എടാ ഇത് ചെയ്യട നല്ലതാടാ. അതിപ്പോ ഒരു കുഴപ്പമില്ല. നീ കുറച്ചുകൂടെ നീങ്ങി കുറച്ചും കൂടെ കുറച്ചുകൂടെ ശ്രീ വന്നില്ല. ശ്രീ വന്നു പിന്നെ കണ്ടു.
മെറ്റേണിറ്റി ഷൂട്ടിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ജസ്റ്റിന്റെ അല്ല ഗൈസ് താമസിച്ചു വന്നിട്ടുള്ളൊരു പുത്രൻ. പരിപാടി എല്ലാം കഴിഞ്ഞിട്ടാണ് ഗൈസ് ഇന്ന് വന്നത്. അവനാരാ? ഇതേതാ? നീ ഏതാടാ? മതി മതി. ആറ്റിറ്റ്യൂഡ് ഇട്ടാണോ? പോയി തിന്നടാ. കഴിക്കാം. അതെ, സാധിച്ച ആഗ്രഹിച്ചൊരു ഡേ ആയിരുന്നു ഗൈസ്. ആണോ? ഹാപ്പിയാണോ സാധിച്ച? ആക്ച്വലി ഇത് ഒരുപാട് പ്ലാൻ ചെയ്തൊരു ദിവസമാണ് കേട്ടോ. നല്ലതായിട്ട് പ്ലാൻ ചെയ്തൊരു ദിവസമാണ്. ഒരു 3 months ആവുമ്പോൾ തന്നെ സാധിച്ച് പറയുന്നുണ്ടായി എനിക്ക് ഇതുപോലെ വളകാപ്പ് വേണം, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അയച്ചു തരും, ഷെയർ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു ഡേ ഇന്ന് കംപ്ലീറ്റ് ആയപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നന്നായിട്ടുണ്ട് കേട്ടോ. അത് നടന്നല്ലോ എന്ന് വിചാരിച്ചുള്ളൊരു സന്തോഷം. ഈ ചുടിൻ്റെ സമയത്ത് നമുക്ക് അങ്ങനെ വളകാപ്പോ കാര്യങ്ങളൊന്നും നടത്താൻ ഒരു 4 years ബാക്ക് അല്ലേ, അപ്പം ഇത്രത്തോളം ട്രെൻഡിങ് ഒന്നും അല്ലായിരുന്നു വളകാപ്പൊക്കെ. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഇതൊന്നും അറിയത്തുമില്ലായിരുന്നു. അപ്പം നമുക്കും അതിനെപ്പറ്റി അത്ര വലിയ അറിവൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത്തവണ എന്തായാലും നടത്തണം എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നടന്നു. ഫൈനലി നമ്മുടെ വളകാപ്പിന്റെ പരിപാടികളെല്ലാം ഇവിടം കൊണ്ട് കഴിയുവാണ്. ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ ആക്ച്വലി ലേറ്റ് ആയിട്ടാണ് വന്നെങ്കിലും പക്ഷെ പരിപാടികളെല്ലാം ഉഷാറായി. നമ്മളിങ്ങനെ വിചാരിച്ച് വെച്ചിരുന്ന ഒരു ഡേ ആണല്ലോ. അപ്പൊ ഇന്ന് അതുപോലത്തെ ഒരു ഡേ അത് ഫുൾഫിൽ ആയപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. കാര്യം ഞങ്ങൾ കുറച്ച് ലേറ്റായി, എന്നാലും എല്ലാവരും കൂടെ കൂടി ഉള്ളപ്പോൾ ഒരു രസമാണല്ലോ. നമ്മളിങ്ങനെ കല്യാണവും വേറെ അങ്ങനെ കുറേ ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും വളകാപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഫസ്റ്റ് ടൈമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നതും. ഇതിലൊരു പാർട്ടാവാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. പിന്നെ സാധിച്ച് ഒരുപാട് ഹാപ്പി ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും എൻജോയ് ചെയ്തു എന്നാണ് കരുതുന്നത്. കുറേ പേരുണ്ടായിരുന്നു, കുറച്ച് പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷേ ഡേ ഉഷാറായി, നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോസ്. ബൈ. Ni